വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒറ്റമുറിയും തുറക്കരുത് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കർശന നിർദ്ദേശം. വോട്ടെണ്ണൽ കഴിയും വരെ മുദ്ര വെച്ചതോ അല്ലാത്തതോ ആയ ഒരു മുറിയും തുറക്കാൻ പാടില്ല. പേരാമ്പ്രയിലെ മെറ്റീരിയൽ റൂം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുറന്നതിനെ ചൊല്ലി വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് രത്തൻ യു ഖേൽക്കറുടെ നിർദ്ദേശം. ഇതേ ആവശ്യത്തിനായി നെന്മാറ മണ്ഡലത്തിലെ മെറ്റീരിയൽ റൂമും ഇന്ന് തുറക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും വിവാദത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു. പേരാമ്പ്രയിൽ ഇന്നലെ JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്ട്രോങ് റൂമിനോട് ചേർന്ന മെറ്റീരിയൽ റൂം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുറന്നത് വൻ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. അട്ടിമറി ശ്രമം ആരോപിച്ച് UDF സ്ഥാനാർത്ഥികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ JDT സ്കൂളിന് മുന്നിൽ ഇന്നലെ വലിയ പ്രതിഷേധമുയർന്നു. എന്നാൽ വരണാധികാരിയുടെ രേഖകളും തെരഞ്ഞെടുപ്പ് സാമഗ്രികളും സൂക്ഷിച്ചിരിക്കുന്ന മെറ്റീരിയൽ റൂം സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് തുറന്നതെന്ന് പിന്നീട് വ്യക്തമായി. സ്ട്രോങ് റൂം തുറക്കുന്ന വിവരം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചിരുന്നതായി പേരാമ്പ്ര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹലിയും പറഞ്ഞതോടെ അട്ടിമറി ആരോപണം ചീറ്റി. പിന്നാലെ തെറ്റിദ്ധാരണ നീങ്ങിയെന്നും സ്ട്രോങ് റൂം തുറന്നിട്ടില്ലെന്നും കോൺഗ്രസ് പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയും വ്യക്തമാക്കി. എന്നാൽ സ്ട്രോങ് റൂം സ്ട്രോങ് അല്ല എന്ന വലിയ സാമൂഹിക മാധ്യമ പ്രചാരണം നടന്നു. ചില മാധ്യമങ്ങൾ കൂടി സംശയം പ്രകടിപ്പിച്ചതോടെ UDF നേതൃത്വം വീണ്ടും അസ്വാഭാവികതയുണ്ടെന്ന ആരോപണവുമായി എത്തി. പോളിംഗിന് ശേഷവും ജനവിധി അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. അത് ചെയ്ത തെറ്റാണ്. പേരാമ്പ്ര ചെയ്ത തെറ്റാണ്. മെറ്റീരിയൽസ് അതിൻ്റെ അടുത്തല്ല വെക്കേണ്ടത്. മെറ്റീരിയൽസ് വെക്കാനൊക്കെ വേറെ സ്ഥലങ്ങളുണ്ട്. സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് തന്നെ വെക്കണം മെറ്റീരിയൽസ്. ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഏർപ്പാട്. പേരാമ്പ്രയിലെ വിവാദത്തിൽ LDFന് അവ്യക്തതയില്ലെന്ന് സ്ഥാനാർത്ഥിയും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. മെറ്റീരിയൽ റൂം തുറക്കുന്ന കാര്യം തന്റെ ഏജന്റിനെയും വിളിച്ചറിയിച്ചിരുന്നു. കളക്ടറുടെ വിശദീകരണത്തിനപ്പുറം പ്രതികരിക്കാനില്ല. ഇതിനിടെയാണ് പാലക്കാട് നെന്മാറയിലും മെറ്റീരിയൽ റൂം തുറക്കാൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആലോചിച്ചത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മെറ്റീരിയൽ റൂമിൽ മറന്നുവെച്ചെന്നാണ് കാരണം അറിയിച്ചത്. എൻകോർ വെബ്സൈറ്റിൽ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു തീരുമാനം. സ്ഥാനാർത്ഥിമാരുടെയോ അവരുടെ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ വിക്ടോറിയ കോളേജിലെ മുറി തുറന്ന് ഫോം 17 എടുക്കാൻ വരണാധികാരിയായ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അനുമതിയും നൽകി. പ്രതിഷേധമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് വിളിച്ചിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് ക്ലാരിഫൈ ചെയ്തു, മാഡം ഇത് എന്ത് റൂമാണ് തുറക്കാൻ പോകുന്നതെന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ക്ലാരിഫൈ ചെയ്തു, EVM സ്ട്രോങ് റൂം അല്ല തുറക്കുന്നത്, ഇന്ന റൂമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടി വരാം, ഞങ്ങളും കൂടെ വന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. രേഖാമൂലം അവർക്ക് മെയിൽ കൊടുത്തിരുന്നു, അവർക്ക് ഇന്നലെ ഇമെയിൽ അയച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഞാൻ എന്നിട്ട് രാവിലെ ഇങ്ങനൊരു കാര്യം ശ്രദ്ധയിൽ പെട്ടപ്പോൾ അപ്പോൾ തന്നെ നിർത്തിയിട്ട് ഇനി പ്രോപ്പറായിട്ടുള്ളൊരു റിട്ടേൺ രേഖ തന്നെ എഴുതി അവരുടെ കയ്യിൽ ഡെലിവറി ചെയ്തതിന് ശേഷം മാത്രം മുമ്പോട്ട് പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. ഇല്ല, ഇന്ന് തുറക്കുന്നുണ്ടാവില്ല. CEO ഓഫീസിൽ നിന്ന് ഇനി എന്താണോ ഫർദർ ഇൻസ്ട്രക്ഷൻസ് തരുന്നത് അതിനനുസരിച്ച് തുറക്കുള്ളൂ. ഇക്കാര്യം സ്ഥാനാർത്ഥികളെ ഫോൺ വിളിച്ചറിയിച്ചെങ്കിലും UDF സ്ഥാനാർത്ഥി A തങ്കപ്പൻ അസ്വാഭാവികത ആരോപിച്ചു. ഇന്നലത്തേതിന് സമാനമായ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ഞങ്ങൾ അറിഞ്ഞു പൂട്ടി വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ആയിരിക്കട്ടെ. അവിടെ ആ പൂട്ടി വെച്ച അത് ഞങ്ങൾ തുറക്കുമ്പോൾ ഞങ്ങൾ കൂടി അറിയണം. അതാണ് അതിൻ്റെ മര്യാദ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ 199 ബൂത്തിൽ ഫുൾ 100% വോട്ട് നടത്തിയാണ്. അങ്ങനെ ഇല്ല. ഇതുപോലെ നമ്മളെന്ന് പറയാതെ തുറക്കുകയും ചെയ്യുമ്പോൾ രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എന്തൊക്കെയോ നടക്കുന്നു. കോഴിക്കോട് നടന്നത് തന്നെയാണ്. ഈ കോഴിക്കോട് ഇതേ ഭാഷയാണ് പറഞ്ഞത്. യഥാർത്ഥ സ്ട്രോങ് റൂമല്ല, മെറ്റീരിയൽസ് വെച്ച സ്ട്രോങ് റൂമാണ് കോഴിക്കോടും പറഞ്ഞത്. ഏതായാലും പേരാമ്പ്രയ്ക്ക് പിന്നാലെ നെന്മാറയിലും വിവാദം കത്തിപ്പിടിച്ചു തുടങ്ങിയതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കർശന നിർദ്ദേശമെത്തി. വോട്ടെണ്ണൽ കഴിയും വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരു മുറിയും തുറക്കരുത്. വോട്ടിംഗ് യന്ത്രങ്ങളും പോസ്റ്റൽ ബാലറ്റുകളും സൂക്ഷിച്ചിരിക്കുന്ന മുദ്രവെച്ച മുറികൾക്കും പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന സീൽ ചെയ്യാത്ത മെറ്റീരിയൽ റൂമുകൾക്കും നിർദ്ദേശം ബാധകം. എന്നാൽ മെറ്റീരിയൽ റൂമിൽ നിന്ന് പ്രധാനപ്പെട്ട രേഖകൾ എടുക്കേണ്ട വിധം അടിയന്തര സാഹചര്യമുണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് നിർദ്ദേശമില്ല. ഇതടക്കം വിശദീകരിച്ച് വിശദമായ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങിയേക്കും. ന്യൂസ് മലയാളം, കോഴിക്കോട്, പാലക്കാട്.